വെൽക്കം ബാക്ക് ടു ഇവാസ് ഫാമിലി ബ്യൂട്ടി ഹബ്. ഞാനിപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് കാലമായിട്ടോ. അങ്ങനെ വീഡിയോസ് ഇടണമെന്ന് ചില സമയത്ത് തോന്നാറുമില്ല. ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ ഓരോ തിരക്ക് കാരണം അല്ലെങ്കിൽ നമ്മൾ മറ്റ് കാര്യങ്ങളിലൊക്കെ ബിസി ആവുന്നതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറ്റാറില്ല. സോ അതിന് ഞാൻ ഫസ്റ്റ് എന്നോട് സോറി പറയാണ്. കഴിയുന്നതും വീഡിയോസ് ആയിട്ട് വരണം എന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ അതിനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് അത് ഗ്യാപ്പായി വന്ന് അങ്ങനെ നീണ്ടു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകിച്ച് പാരൻസ് കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോയാൽ, അപ്പോൾ നമ്മളെടുത്ത് വരുന്ന കുറച്ച് പാരൻസ് എങ്കിലും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടേതാണ് ഞാൻ ഈ പറയുന്നത്. അതായത് കുഞ്ഞു മക്കളുടെ ഹെയറൊക്കെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര സിൽക്കി ആൻഡ് ഷൈൻ ആയിട്ടൊക്കെ നിൽക്കാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ചെയ്തു തരാൻ പറ്റുമോ, എൻ്റെ കുട്ടിയുടെ മുടി ഒന്ന് അങ്ങനെ ആക്കി തരുമോ, അങ്ങനെ ചെയ്യാൻ എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്ന ചില പാരൻസ് എങ്കിലും നമ്മളെ ഇടയിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും കുട്ടികളെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് 2 വയസ്സ് 3 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികളുടെ പാരൻസ് ആണ് ഈ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 7 or 8 years ഒക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തൊന്ന് സെറ്റ് ചെയ്തൊക്കെ ഒന്ന് കൊടുക്കാറുണ്ട്. അത് കുറഞ്ഞ നേരമേ നമുക്ക് അതിൻ്റെ ഒരു ഇതിൽ കിട്ടാറുള്ളൂ. അപ്പോൾ അത് നമ്മൾ പാരൻസിനോട് പറയാറുണ്ട്, നമുക്കത് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വാഷ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറിൽ 2-3 മണിക്കൂറൊക്കെ ലാസ്റ്റ് ചെയ്യായിരിക്കും, ആ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ചില സലൂണുകളിൽ അത് ഈ അടുത്താണ് എൻ്റെ ഒരു ശ്രദ്ധയിൽ പെട്ടത്. അപ്പം എനിക്കത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. കാരണം നമ്മളെടുത്ത് വരുന്ന പല പാരൻസിനോട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം കുട്ടികളുടെ മുടി എന്ന് പറയുന്നത് അതൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറിൽ ചേഞ്ച് വരും. കാരണം ഈ പാരൻസിൻ്റെ ആ ഒരു ഇതിനെ ആയിരിക്കില്ല അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. സോ അവരെങ്ങനെയാണോ അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സ്ട്രക്ചർ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ആ മുടിയുടെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 16 years എബോവ് ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ചില സലൂണുകളിൽ ചെറിയ കുട്ടികൾക്ക്, അതായത് 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടികളുടെ മുടിയിൽ സ്മൂത്തനിങ് സ്ട്രൈറ്റനിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ആ കുട്ടിക്ക് ഒരുപാട് ആ മുടിയിൽ ഡാമേജ് വരാനാണെങ്കിലും ശരി, ആ കുട്ടിക്ക് ഹെൽത്ത് വൈസ് ആയിട്ട് തന്നെ പ്രോബ്ലംസ് വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു 16 years എബോവ് ഉള്ള കുട്ടികളിൽ മാത്രമേ നമുക്ക് സ്മൂത്തനിങ് സ്ട്രൈറ്റനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ നമ്മൾ ചെറിയ കുട്ടികളിൽ ഇത് ചെയ്യുമ്പം അതിന് അതിൻ്റെതായ സൈഡ് എഫക്റ്റുകൾ ഉണ്ട്. അപ്പോൾ ഈ പാരൻസ് അത് ഒരിക്കലും ഇതിനെ പറ്റിയിട്ട് അവയർനെസ് ഉണ്ടായിരിക്കണം എന്നില്ല. അതേപോലെ തന്നെ ഈ സലൂണിലുള്ള ആളുകൾക്കും ഈ പറയുന്ന അവയർനെസ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക കസ്റ്റമേഴ്സിനെ കിട്ടുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അവർ ചെയ്യുന്നത് എത്രയോ വലിയ തെറ്റാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ചെറിയ കുട്ടികളിൽ ഒരിക്കലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടില്ല. അപ്പം അത്തരം കാര്യങ്ങൾ നിങ്ങൾ പാരൻസ് അവെയർ ആയിരിക്കാം. ഒരിക്കലും നിങ്ങളുടെ കുട്ടിയുടെ മുടിയുടെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഏത് സലൂണിൽ പോയാലും നിങ്ങളോട് ഇപ്പോൾ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ മാറ്റാമെന്നൊക്കെ പറഞ്ഞാലും ഒരിക്കലും നിങ്ങളുടെ കുട്ടികളുടെ തല അതിന് വേണ്ടി വെച്ച് കൊടുക്കരുത്. അപ്പം ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി അങ്ങനെ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ട്, ഇപ്പോൾ എൻ്റെ മുടി ഇങ്ങനെ നിൽക്കണം, അല്ല അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കാണുന്നത് പോലെ സ്റ്റൈലിംഗ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 16+ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാം. അതല്ലാതെ നിങ്ങൾ നേരത്തെ പോയിട്ട് ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കരുത്. അതല്ലാതെ നമുക്ക് താൽക്കാലികമായി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതും ഒരു 7-10 years എബോവ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് അല്ലാതെ ചെയ്ത് കൊടുക്കാം. 1 day ഒക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് അയണിങ് ആണെങ്കിലും ബ്ലോ ഡ്രൈ ആണെങ്കിലും അതും ഡെയിലി ചെയ്യുന്നത് മുടിക്ക് അത്ര നല്ലതല്ല. അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഇത്തരം കാര്യങ്ങൾ പാരൻസിൻ്റെ ഇടയിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മളെ കുട്ടിയാണ്, നമ്മളെ കുട്ടിയുടെ ഹെൽത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്റ്റൈലിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാം, പക്ഷേ അതിനൊരു ടൈമുണ്ട്. ആ ഒരു ഏജ് ആവുന്നതിന് മുമ്പ് കുട്ടികളുടെ തല ഇത്തരം സലൂണുകളിലൊന്നും കൊണ്ടുപോയി വെച്ച് കൊടുക്കരുത്. കാരണം അവരെ ഹെൽത്തിനെയാണ് അത് ഒരുപാട് ബാധിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയോണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനിയും ഇത്തരം നല്ല മെസ്സേജസ് ഒക്കെ തരുന്ന വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കമൻസ് ആയിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അത്തരം വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. വീണ്ടും ഇത്തരം വീഡിയോസുമായിട്ട് വരുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ഓക്കെ.